ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 20-21 തിരുവചനം. ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി, ശിരസ് മുണ്ഡനം ചെയ്തു, സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു മനുഷ്യൻ്റെ ജനനവും ഒരു മനുഷ്യൻ്റെ വിടവാങ്ങലും ഈ ഭൂമിയിൽ അവനായിരിക്കുമ്പോൾ അവന് ലഭിക്കുന്നതെല്ലാം ആരിൽ നിന്നാണെന്നും ജോബിൻ്റെ പുസ്തകത്തിലൂടെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ഈ നേടിയിരിക്കുന്ന എന്തിലും അഹങ്കരിക്കുമ്പോഴും ഒന്ന് എപ്പോഴും ഓർക്കുക, ഒന്നുമില്ലാതെ നഗ്നനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ഒന്നുമില്ലാതെ നഗ്നനായി തന്നെ ഈ ഭൂമിയോട് വിടവാങ്ങുകയുള്ളൂ. നിങ്ങൾക്ക് ലഭിച്ച ഒന്നും നിങ്ങളുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ കൊണ്ടല്ല, അത് ദൈവമായ കർത്താവ് തന്നതാണെന്ന് എപ്പോഴും ഓർക്കുക. ആ സർവശക്തനോട് എപ്പോഴും നീതിയോടെ ആയിരിക്കുവാൻ ശ്രമിക്കുക. ഒരു നിമിഷം പോലും അഹങ്കരിക്കുവാനുള്ള ഇടവരുത്താതിരിക്കുക. ദൈവം അത് എടുത്താൽ പോലും പരാതി പറയാതെ കർത്താവ് തന്നത് കർത്താവ് തന്നെ എടുത്തു, അതിൽ എനിക്കൊരു പരിഭവമില്ല എന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിക്കുക. എങ്കിൽ ആ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തന്നെ തരും. എപ്പോഴും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പേരോ പ്രശസ്തിയോ അല്ല ഉണ്ടാകേണ്ടത്. നമ്മളെ സൃഷ്ടിച്ചവൻ്റെ, ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചവൻ്റെ നാമം എപ്പോഴും ഉയർത്തപ്പെടുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കുക. ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരനുഗ്രഹമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും നിങ്ങളുടെ ജോലി മേഖലകളെയും പ്രസ്ഥാനങ്ങളെയെല്ലാം ദൈവം നിരന്തരം സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.